ഹലോ എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹാവ് എ ടെക് ബ്രേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ കുറച്ച് ന്യൂസുകളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ന്യൂസിലോട്ട് പോവാം. അങ്ങനെ ആപ്പിളിന്റെ iOS 26.2 ബീറ്റ വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒറിജിനൽ വെർഷൻ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാര്യം 1 lakh മോർ ദാൻ എമൗണ്ട് കൊടുത്താണ് നിങ്ങളൊരു ഫോൺ മേടിക്കുന്നത്. അപ്പം എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂസ് വരാനൊരു ചാൻസസ് വളരെ കൂടുതലാണ് ഈ ബീറ്റ വെർഷനിൽ. അതുകൊണ്ട് നിങ്ങൾ ഒറിജിനൽ അപ്ഡേറ്റ് വരുമ്പോൾ മാത്രം ചെയ്യുക. അങ്ങനെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന സാംസങ് S26 ചിപ്സെറ്റ് ലീക്ക് ആയിട്ടുണ്ട്. Exynos 2600 ആണ് വരുന്നത്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ Exynos അത്ര നല്ല ചിപ്സെറ്റ് അല്ല. ഇവര് സ്നാപ്ഡ്രാഗൺ എലൈറ്റ് Gen 5 ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഞാൻ ഇപ്പം വീഡിയോ എടുക്കുന്ന ഫോൺ S23 ആണ്. ഇതിന്റെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. ഇതിന്റെ നല്ല പെർഫോമൻസ് ആണ് ഈ ഫോണുള്ളത്. പക്ഷെ ഇതേ സെയിം പെർഫോമൻസ് അടുത്ത S26 കിട്ടണമെന്നാണ് എനിക്കും ആഗ്രഹമുള്ളത്. പക്ഷെ എന്ത് ചെയ്യാൻ, അവർ ഈ Exynos കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായാലും ആ നല്ല സെയിൽ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. കാര്യം ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. ഇതേ ഇഷ്യൂ S24 Exynos ആണ് കൊണ്ടുവന്നത്. അപ്പോഴും ഇതേ സെയിം ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഈ ഹീറ്റിംഗ് പ്രോബ്ലം. സോ അങ്ങനെ കുറെ അവർക്ക് S24 അത്ര വലിയ ചിലവില്ലായിരുന്നു. പിന്നെ അവർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 കൊണ്ടുവന്നു. അങ്ങനെ ഈ ലാസ്റ്റ് വന്ന ബിഗ് ബില്യണിൽ അങ്ങനെ കുറെ ഓഫറൊക്കെ കൊണ്ടുവന്നാണ് സാംസങ് കുറച്ചുകൂടെ പിടിച്ചിരുന്നത് S24. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരടുത്ത് Exynos കൊണ്ടുവന്നു കഴിഞ്ഞാൽ S26 എന്തായാലും സെയിൽ നടക്കാൻ ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ OnePlus കമ്പനി ഒരു സ്മാർട്ട് വാച്ച് കൊണ്ടുവരാണ്. സ്മാർട്ട് വാച്ച് 4 ആണ് വരാൻ പോകുന്നത്. അടുത്ത മാസം ആയിരിക്കും അതിന്റെ ലോഞ്ചൊക്കെ വരുന്നത്. അതിന്റെ ജസ്റ്റ് ലീക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത മാസം വാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫീച്ചേഴ്സ് ഒന്നും എക്സ്ക്ലൂസീവ് ചെയ്തിട്ടില്ല അവര്. അപ്പൊ നമുക്ക് അടുത്ത ന്യൂസുകളിലൊക്കെ ഇത് കാണാവുന്നതായിരിക്കും ഇതിന്റെ അപ്ഡേറ്റുകൾ. അങ്ങനെ സാംസങ് ഗാലക്സി വാച്ച് 6ഉം വാച്ച് 6 ക്ലാസിക്കലും ON UI 8 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിലവര് ചേഞ്ചസ് വരുത്തിയിട്ടുള്ള യൂസർ ഇന്റർഫേസിന്റെയും ഫിറ്റ്നസിന്റെയും ഹെൽത്തിന്റെയാണ് ON UI അവര് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയ ചെറിയ കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവര് കുറച്ച് അപ്ഡേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വാച്ച് 6ഓ വാച്ച് 6 ക്ലാസിക്കോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് ഒക്കെ കുറച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ Realme GT 8 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 എന്ന പ്രൊസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എടുത്തു പറയാനുള്ള ഡിസ്പ്ലേ 6.79 ഇഞ്ചിന്റെ ഡിസ്പ്ലേയിൽ 144 ഹെർട്സിന്റെ 2K റെസൊല്യൂഷനുള്ള 7000 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗെയിമിംഗ് യൂസേഴ്സിന് ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത്. കാര്യം 144 ഹെർട്സിന്റെ 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്രയും റിഫ്രഷ്മെന്റ് ആയിരിക്കും. നമുക്ക് PUBG, കോൾ ഓഫ് ഡ്യൂട്ടി, ഫ്രീ ഫയർ ഇങ്ങനത്തെ ഗെയിംസ് കളിക്കുമ്പോൾ അത്രയും സ്മൂത്ത്നെസ് ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതിലൊരു ചാർജിങ് സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു 120 വാട്ട്സിന്റെ ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 7000 mAh ഒരു ബാറ്ററി ബാക്ക് വരുന്നത്. അത് നല്ലൊരു ഫീച്ചറാണ്, 7000 mAh ബാറ്ററി ബാക്ക് വരുന്നത്. പിന്നെ ഇപ്പം Realme 8 GT Proയ്ക്ക് ഒരു ഫാൻ എഡിഷൻ ഉണ്ട്. ഓസ്റ്റിൻ മാർട്ടിൻ കാറിന്റെ ഫോർമുല എഡിഷൻ ആണ്. സോ അത് ഇപ്പൊ പ്രീ ബുക്ക് ചെയ്യുന്നവർക്കാണ് അതിന്റെ ഇത് വരുന്നത്. ഇതിന്റെ മെയിൻ ക്യാമറ അൾട്രാ വൈഡ് ക്യാമറ 50 മെഗാ പിക്സലിന്റെ, ഇതിന്റെ പെരിസ്കോപ്പ് 200 മെഗാ പിക്സലിന്റെയാണ്. ISO സെല്ലിന്റെ HPS എന്ന് പറഞ്ഞ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്യാമറയിൽ. പക്ഷെ ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് 144 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള 2K റെസൊല്യൂഷനുള്ള 7000 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് വരുന്ന ഈ ഒരു ഡിസ്പ്ലേ അത് കിട്ടില്ലായിരിക്കും. ഗെയിമിംഗ് ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ നല്ലൊരു ചാൻസ് ഉള്ള ഒരു ഫോണാണിത്. ഹാവ് എ ടെക് ബ്രേക്കിന്റെ ഇന്നത്തെ ന്യൂസ് ഞാൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നാളെ അടുത്ത ന്യൂസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ.